പാൽ പോലെ 16 ഒരു ഗേൾഫ്രണ്ട് വേണം. സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് പരിപാടി പറയുന്നില്ല, ഞാനിന്നൊരു പുതിയ ഗെയിമായിട്ടാണ് ഗൈസ് വന്നുള്ളത്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേരെന്ന് പറയുകയാണെങ്കിൽ കേരള ബസ് സിമുലേറ്റർ എന്നാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഗെയിം തന്നെയാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ഹാർട്ട് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ ഒരു സ്ഥലം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനകത്തുള്ള വെളിയിലോട്ടുള്ള വ്യൂ ആണ്. ഇതാണ് ഇൻറ്റീരിയറൊക്കെ വരുന്നത്. ഇതിനകത്തുള്ള ഒരു ഒറിജിനൽ വണ്ടിയല്ല. ഇതിനകത്ത് മോഡ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിനകത്ത് ട്രാഫിക്ക് റെയിന് കുറേ പേർക്ക് ഇപ്പോഴും അറിയില്ല ഇതിനകത്ത് എങ്ങനെയാണ് റെയിൻ ആഡ് ചെയ്യുന്നത്, നൈറ്റിൽ എങ്ങനെ നമുക്ക് വണ്ടി ഓടിക്കാം, അങ്ങനെ കുറേ പേർക്ക് അറിയില്ല. ഡേ റെയിൻ അങ്ങനെ കുറേ പേർക്ക് അറിയില്ല. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയുന്നതിന് ഈ ഗെയിമിൻ്റെ അകത്ത് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം ഒരു. ആൻഡ് ഗൈസ് മറക്കണ്ട, ഡു ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് കേട്ടോ. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് സ്ഥലം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വണ്ടി വെളിയിലുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നേരെ ഞാൻ ഇങ്ങോട്ടൊന്ന് ആക്കിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ എല്ലാം ബ്ലോക്ക് ആവും കേട്ടോ. അപ്പം ഇതുപോലത്തെ ഹൈ ഗ്രാഫിക്സിലുള്ള ഗെയിമൊക്കെ ഇത് ഒറിജിനലി ഉണ്ടാക്കിയിരിക്കുന്നൊരു ഗെയിമാണ്. അതായത് ഇപ്പം ഒരു സ്ഥലം അതുപോലെ അച്ചടിച്ച് വെച്ചേക്കാണ്. അത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഒരു സ്ഥലം അതുപോലെ ആക്കി വെച്ചിരിക്കുകയാണ്. ഏതോ കോട്ടയോ പത്തനംതിട്ടയോ അങ്ങനെ എന്തോ സ്ഥലം ഇതിനകത്ത് ആക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ കോട്ടയത്തോ പത്തനംതിട്ടയിലോ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പം ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു നൈറ്റ് വ്യൂ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തൊരു 1 hour കളിച്ച് നോക്കും. പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് ലൈറ്റ് എങ്ങനെ ആഡ് ചെയ്യുന്നത് കുറേ പേർക്ക് അറിയില്ല. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾ നമ്മുടെ അവിടെ നേരെ മെനുവിൽ, അത് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഒരു സ്ഥലത്തോട്ട് വന്നിട്ട് ആ 3 ഡോട്ടിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള എല്ലാം അങ്ങ് ഓണാക്കിയിട്ടുമ്പോഴേക്കും വണ്ടിയുടെ കംപ്ലീറ്റ് ലൈറ്റ് ഓൺ ആയിക്കോളും. ഞാൻ ജസ്റ്റ് അതിനകത്തുള്ളൊരു നൈറ്റ് വിഷ്വൽ ഒന്ന് കാണിച്ചു തരാം. വെയിറ്റ് ആൻഡ് സീ ഗൈസ്. പാൽ പോലെ 16 ഒരു ഗേൾഫ്രണ്ട് വേണം. ഈ സമയത്ത് എനിക്ക് നൈറ്റ് വിഷ്വൽ ഇഷ്ടപ്പെട്ടോ? എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ കളിക്കുന്നതിനായിട്ട് ഏകദേശം ഒരു 1 week ആവാറായോന്ന് ചോദിച്ചാൽ ആയെന്ന് തോന്നുന്നു. കാരണം കളിക്കുന്ന 1 week ആയെന്ന് തോന്നുന്നു കേട്ടോ. 1 week ആയി. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം ഇതിൻ്റെ മോഡ് ആഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ആദ്യം താമസിച്ചിട്ടുണ്ടായിട്ടുണ്ട്. കാരണം അതാണ് ആർക്കും അറിയാത്ത കുറേ ഐറ്റംസ് ഉള്ളൊരു കാര്യം. ഇതിനകത്ത് എങ്ങനെയാണ് മോഡ് ആഡ് ചെയ്യണമെന്ന് കുറേ പേർക്ക് അറിയില്ലടാ. അതെന്താ അങ്ങനെ? കാരണം ഈ ഒരു ഗെയിമിൽ എല്ലാ റെസിഡൻസും കൊടുക്കുന്നതാണ്. കാരണം ഈ ഗെയിം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുമല്ലോ. അതായത് ഇപ്പം ഈ ഗെയിം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നെ ലെങ്ത് ആയിപ്പോവും. ഇപ്പം ഞാൻ അങ്ങനെ പറയുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, കാരണം ഈ വീഡിയോ നമ്മൾ ഇത് അകത്ത് എക്സ്പ്ലോർ ചെയ്യാണ്. ഞാൻ ചുമ്മാ അവിടെ ഒരു ജമ്പ് ആടിയതാണ്. ഇവിടെ നമുക്ക് ആഡ് കണ്ടുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ലാതെ ട്രിപ്പ് എടുത്ത് ഓടിക്കൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. 2 രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു കാര്യം പറയട്ടെ, ഇതിനകത്ത് എപ്പോഴും അങ്ങനെ ആഡ് കണ്ട് വണ്ടി മേടിക്കാനല്ല പൈസ ഉണ്ടാക്കാൻ പാടില്ല. എൻ്റെ ഇപ്പം നമുക്ക് മൾട്ടിപ്ലെയർ കയറണമെങ്കിൽ 5000 രൂപ വേണം. പ്രൈവറ്റ് റൂമുണ്ട്, അതായത് നമ്മളെ ഫ്രണ്ട്സായിട്ട് കളിക്കുന്ന റൂമും, അല്ലാതെ പബ്ലിക് റൂം ഇല്ല. ഇതിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ നെക്സ്റ്റ് ടൈം നോക്കിയിട്ട് പറഞ്ഞുതരാം. അടുത്ത വീഡിയോയിൽ നമ്മുടെ ഒരു ഫുൾ ഗാരേജ് ടൂർ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അധികം താമസിയാതെ തന്നെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അപ്പം ഇത് ഇത്രയും നല്ലപോലെ ഡെവലപ്പായി കൊണ്ടുപോകുന്നത് ഡെവലപ്പറിന് എൻ്റെ ഒരു നല്ലൊരു കൈയടി. കാരണം നല്ലൊരു ഗെയിം ഇങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ഇതിൻ്റെ വെഹിക്കിൾസ് നമുക്ക് എങ്ങനെ ഒന്ന് കുറയ്ക്കാൻ പറ്റുമെന്ന്, അത് വെഹിക്കിൾസ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒറ്റയ്ക്ക് റോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഡെവലപ്പറിനൊന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. കാരണം ഇത്രയും ഒരു വേസ്റ്റായിട്ടുള്ളൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല വേറെ. എൻ്റെ ലൈഫ് ടൈമിൽ വെറും ഒരു വേസ്റ്റായിട്ടുള്ള വെഹിക്കിൾസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവർക്ക് നമ്മുടെ ദേഷ്യം വെച്ചാൽ കൊള്ളാണ്ടാ. നമ്മളൊന്ന് വളയ്ക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെടുത്തിട്ട് ഇടിക്കാൻ വരും. ഒന്ന് നിർത്തി തരണ്ടേ? അതല്ലേ മാന്യത, അത് മര്യാദ അതല്ലേ, ഒന്ന് നിർത്തി തരണ്ടേ? പക്ഷേ ഈ ഗെയിമിൽ ആ സുനിയില്ല. ഡെവലപ്മെൻറ്റുണ്ട്, കണ്ടില്ലേ? ഇതാണ് ഒരാൾ വളയ്ക്കുമ്പോൾ ഒന്ന് നിർത്തി തരണം. എൻ്റെ പൊന്നോ, കണ്ടില്ലേ? ഇതാണ് ഇത് ദേഷ്യം വെച്ചൊരു കാര്യം. ഇതാ ഗൈസ്. ഓക്കെ, നമ്മൾ നേരെ ഇവിടുന്ന് വണ്ടി എടുത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ഗെയിം തന്നെയാണ്, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.
ഓക്കെ, നമ്മൾ നേരെ ഇവിടുന്ന് എനിക്കങ്ങനെ ഒന്നും പറയില്ല. ബട്ട് ഈ ഒരു ഗെയിം നിങ്ങൾ ലൈഫ് ടൈമിൽ ഒരിക്കലും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അത്രയും നമ്മുടെ ഫോർട്സ് ഹൊറൈസൺ അത്രയൊന്നും ഇല്ലെങ്കിലും നല്ലപോലെ ഒരു ലോ ആൻഡ് ഡിവൈസ് കളിക്കാൻ പറ്റുന്നൊരു ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിം എന്ന് ഞാൻ പറയും. പിന്നെ ഒരു കാര്യം, ഈ സെക്കൻഡ് ആപ്പിൽ നിങ്ങൾ 70 മേലെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എവിടെയെങ്കിലും വെച്ച് പോലീസിനെ കാണുമെങ്കിൽ നിങ്ങൾ 1000 രൂപ നിങ്ങൾക്ക് ഫൈൻ അടിക്കുന്നതായിരിക്കും. അതിന് 100% ഉറപ്പാണ്. ഞാനിവിടെ പോലീസിനെ തപ്പി പോവുകയാണ് കേട്ടോ. പോലീസ് ഇവിടെ എവിടെയെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പോലീസ് ഇവിടെ ഇല്ല എന്ന്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ എൻ്റെ 1000 രൂപ പോയി, ഇല്ലെങ്കിൽ എൻ്റെ രക്ഷ കിട്ടുമെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. നമ്മളതാ നേരെ ഇവിടുന്ന് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗെയിമിൽ അത്യാവശ്യം നമുക്ക് കടകളും കാര്യങ്ങളും വീടും എല്ലാം ഉണ്ട്. ചെറുതായിട്ടൊരു സ്റ്റോറി മോഡ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്റ്റോറി മോഡ് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിന് അത്രയും വരില്ല. സ്റ്റോറി മോഡ് എടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്കൊരു നമ്മൾ എന്തായാലും നമ്മൾ സ്റ്റോറി മോഡല്ലാത്ത കുറച്ച് വീഡിയോസ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഇടുന്ന ആക്കത്തല്ലേ, അതുപോലത്തെ വീഡിയോസിനാണെങ്കിൽ ഇത് ബെസ്റ്റാണ്. അമ്മച്ചേ, എൻ്റെ പൊന്നി മറിഞ്ഞില്ല. ഓക്കെ മറിയല്ലേ. ഇതെന്താണ്? എൻ്റെ ബാക്കിലെ സസ്പെൻഷൻ നോക്കി ഗൈസ്, സൂപ്പർ. എൻ്റെ ബാക്കിലെ സസ്പെൻഷൻ അടിപൊളിയല്ലേ? സൂപ്പർ. ഞാൻ ഇവിടെ നിന്ന് ക്രെയിനെ വിളിക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ ക്രെയിനെ വിളിച്ച് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം നമ്മളെ എപ്പിസോഡിലൂടെ നമ്മുടെ വീഡിയോ എൻഡ് ആവാറായിട്ടുണ്ട്. ഇഷ്ടപ്പെടുക നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്കറിയില്ല ഈ ഗെയിം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഗൈസ്. ലൈഫ് ടൈം നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഗെയിം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ വീഡിയോയുടെ എൻഡ് ആവണം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ലവ് യു ആൻഡ് ടേക്ക് കെയർ. സോ ബൈ ഗൈസ്. സോ ബൈ.